ബൂത്ത് തല വോട്ടുകളുടെ പരിശോധന വിശദമായി നടത്തേണ്ടതുണ്ട്. എങ്കിലും വോട്ടിംഗ് പാറ്റേൺ കണക്കുകൂട്ടി പ്രാഥമിക വിലയിരുത്തലുകൾ മുന്നണികൾ നടത്തുകയാണ്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ തവണത്തെ 6000-ഓളം വോട്ടെന്ന ലീഡ് മറികടക്കുമെന്ന് BJP. 3 പഞ്ചായത്തുകളിലും നില മെച്ചപ്പെടുത്തും. ഇതുവഴി 5000-ലധികം വോട്ടുകൾക്ക് ജയിച്ചു കയറാമെന്നാണ് കണക്കുകൂട്ടൽ. വിജയം അവകാശപ്പെട്ട് കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതോടൊപ്പം നേതാക്കളും പ്രതീക്ഷകൾ പങ്കുവച്ചു. ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോളിംഗ് കൂടി. UDFന് ഒരു മേൽക്കായ്മ ഉണ്ടായിരുന്ന പ്രായരി പോലെയുള്ള പഞ്ചായത്തുകളിൽ പോളിംഗ് കുറഞ്ഞു. അത് ഞങ്ങൾക്കിടെ പ്രതീക്ഷ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. സുരക്ഷിതമായ ഭൂരിപക്ഷത്തിൽ ജയം ഉറപ്പെന്ന് UDF. തങ്ങളുടെ വോട്ടുകൾ പോൾ ചെയ്യിക്കാനായെന്ന് ആത്മവിശ്വാസം. നഗരസഭയിൽ നേട്ടമുണ്ടാക്കി പിരായിരി പഞ്ചായത്തിലുൾപ്പെടെ ആധിപത്യം തുടരുമെന്നും അവർ. നല്ല ഭൂരിപക്ഷത്തിന് പാലക്കാട് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ച് കേരളത്തിന്റെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട് നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഈ ജനതയുടെ ശബ്ദമാകുമെന്നുള്ള ഉറപ്പിന്റെ അടയാളമാണ് ഈ മഷി എന്ന് ഞാൻ കരുതുന്നു. കഴിഞ്ഞ തവണ 3-ാം സ്ഥാനത്തായിരുന്നെങ്കിലും ഇക്കുറി വിജയപ്രതീക്ഷയാണ് ഇടതു ക്യാമ്പും പങ്കുവച്ചത്. കോൺഗ്രസിലെയും BJPയിലെയും ആഭ്യന്തര പ്രശ്നങ്ങൾ തങ്ങൾക്ക് നേട്ടമാകുമെന്ന് LDF. നിഷ്പക്ഷ വോട്ടുകൾ സരിനിലേക്കെത്തും. മാത്തൂർ, കണ്ണാടി എന്നീ പഞ്ചായത്തുകളിൽ ലീഡും LDF ഉറപ്പിക്കുന്നു. ഇടതുപക്ഷം 2021 നേടിയതിൻ്റെ ഇരട്ടി വോട്ടുകൾ ഈ പാലക്കാട് നേടും. 20,000-ൽ കുറയാത്ത ഭൂരിപക്ഷത്തിൽ ജനങ്ങൾ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കും. ഒരു വമ്പിച്ച മാറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഉണ്ടാകും. ഒരു ചരിത്ര വിജയം ഇവിടെ ഉണ്ടാകും. പാലക്കാട് ജനത മനസ്സിലൊളിപ്പിച്ചതെന്തെന്ന് വ്യക്തമാകണമെങ്കിൽ ശനിയാഴ്ച വരെ കാക്കണമെന്നതാണ് യാഥാർത്ഥ്യം. അതുവരെ മുന്നണികൾ ഊഹാപോഹം തുടരും. പ്രാഥമിക വിലയിരുത്തലിൽ വിജയം അവകാശപ്പെടുമ്പോഴും വൻ ഭൂരിപക്ഷം ആരും പ്രവചിക്കുന്നില്ല എന്നത് ശ്രദ്ധേയം. വോട്ടുകളുടെ ആഴത്തിലുള്ള പരിശോധന പാർട്ടികൾ പൂർത്തിയാക്കുന്നതോടെ മണ്ഡലം ആർക്ക് എന്ന കാര്യത്തിൽ ഏകദേശ ചിത്രം വരും ദിവസങ്ങളിൽ അറിയാം. ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം S. രാഗിൻ, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.